വണക്കം മക്കളെ, ഇന്ന് നല്ല ചൂട് പുട്ടും മീൻകറി ആയാലോ? സാധാരണ എപ്പോഴും പുട്ടിൻ്റെ കോമ്പിനേഷൻ പോലെ മുളകിട്ട മീൻകറി അല്ല കേട്ടോ. ഇത് നല്ല തേങ്ങ അരച്ച് കുറുക്കിയ മീൻകറി. നമുക്ക് നോക്കാം. ആദ്യം അരപ്പുണ്ടാക്കാം. അരമുറി തേങ്ങയിലേക്ക് 3-4 കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കൊരു ചട്ടിക്കകത്ത് നല്ലപോലെ ഇരുമ്പൻ പുളി, നമ്മുടെ ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, ഇരുമ്പൻ പുളി അല്ലെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയായാലും മതി, നല്ല പുളിയുള്ള മാങ്ങയായാലും ഓക്കെയാണേ. 4 കീറിയിടുക. കുറച്ച് തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടി ഇടണം കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷമേ ഉലുവാപ്പൊടി ഇടാവൂ. ഉലുവാപ്പൊടി ഇട്ടാൽ നല്ല മണം വരും. ആ ഉലുവാപ്പൊടി ഇട്ടിട്ട് നമുക്ക് മീനിടാം. ഇത് നല്ല പൊടിയായിട്ടുള്ള നെത്തോലിയും ചെറിയ ചാളയുമായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് കറി തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആദ്യമേ തക്കാളിയൊക്കെ ചേർത്ത കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് താളിച്ച് ചേർക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇട്ട് നല്ല മൂക്ക് വറുത്ത് ഒഴിക്കാം. മൂത്ത് ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം നല്ല ഒരു മണം കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ താളിപ്പൊഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കാം. നല്ല ചൂട് പൊട്ടും ആ കുറുകിയ ചാറുകറിയും ആയിട്ട് ഒരു പിടി പിടിച്ചുണ്ടല്ലോ, അടിപൊളി.